സേതുബന്ധൻ പദ്ധതിയിൽ അനുവദിച്ച ഇടുക്കി തടിയമ്പാട് മാരിയാപുരം പാലം തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തുകയാണ് UDF. കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചിട്ടും പാലം നിർമ്മാണം വൈകിപ്പിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നുള്ള ആരോപണമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പാലം നിർമ്മാണം വൈകിപ്പിക്കുന്നത് നീതി നിഷേധമാണെന്ന് ആരോപിച്ച് ഇടുക്കി MP ഡീൻ കുര്യാക്കോസും രംഗത്തുണ്ട്. 2018 പ്രളയത്തിൽ ആദ്യം തകർന്നു, വീണ്ടും പുനർനിർമ്മിച്ചു. 2019 ഇടുക്കി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നപ്പോൾ ഈ പാലത്തിന് മുകളിലൂടെയാണ് വെള്ളമൊഴുകിയത്. അതിനുശേഷമാണ് ഇവിടെ ഒരു പുതിയ പാലം വേണമെന്ന ആവശ്യമുയർന്നത്. കേന്ദ്ര സർക്കാരിന്റെ സേതുബന്ധൻ പദ്ധതിയിൽ ഈ പാലം ഉൾപ്പെട്ടിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ തുടർ നടപടികൾ ഉണ്ടായില്ല. 23-ാം തീയതി നവംബർ മാസം എന്ന് പറയുമ്പോൾ ഡിസംബറും ജനുവരിയും കഴിഞ്ഞ് ഫെബ്രുവരി 23 ആറായി. 3 മാസമായി ഫിനാൻസ് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ഈ ഫയൽ ഇരിക്കുകയാണ്. എന്തിനാണ് ധനകാര്യ വകുപ്പിൽ ഈ ഫയൽ ഇങ്ങനെ അനാവശ്യമായി പിടിച്ചു വച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കണം. ആ മറുപടിയാണ് ഇവിടെ ലഭിക്കേണ്ടത്. എന്തെങ്കിലും ദുരൂഹത ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം. പാലത്തിന്റെ ക്രെഡിറ്റ് സിറ്റിംഗ് എംപിക്ക് ലഭിക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാർ നിർമ്മാണം മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതാണെന്ന പ്രചരണം കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നുണ്ട്. ടെൻഡർ നടപടികളിലേക്ക് തുടങ്ങുന്നതിനായിട്ട് ഇതിൻ്റെ പേപ്പർ ഭാഗങ്ങളെല്ലാം ധനകാര്യ വകുപ്പിൻ്റെ മേശപ്പുറത്ത് എത്തിയിട്ടുമാണ്. 3 മാസക്കാലമായിട്ട് അത് ധനകാര്യ വകുപ്പ് വെച്ച് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഇലക്ഷൻ്റെ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഡീൻ കുര്യാക്കോസിന് എന്തെങ്കിലും ഗുണം കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. 32 കോടി രൂപ മുതൽ മുടക്കി ദേശീയപാത 185 സംസ്ഥാന പാതയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം സംസ്ഥാന ഗവൺമെൻറ് നോക്കിയാൽ ഇതുണ്ടാവും. നാടിനൊരു വികസനത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ പദ്ധതി നടത്തുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെ ഡ്രൈവർമാരെയും അല്ല ഇവിടുത്തെ നാട്ടുകാരെയും എല്ലാം ഒന്ന് പറയാനുള്ളത്. അതേസമയം നിർദ്ദിഷ്ട പാലത്തിന്റെ ഡിസൈൻ പൂർത്തിയായിട്ടില്ലെന്നാണ് LDF പറയുന്നത്. ഡിസൈൻ പൂർത്തിയാകുന്ന മുറയ്ക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കി തുടർ നടപടിയിലേക്ക് കടക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വാർത്താക്കുറിപ്പിലൂടെ വിശദീകരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വികസനം ചർച്ച ചെയ്യാനാണ് ഇരു മുന്നണികളും തയ്യാറെടുക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട വിഷയമായി തടിയമ്പാട് പാലം മാറും. ഇടുക്കിയിൽ നിന്ന് വേണുവിനൊപ്പം ജയനസ് രാജു, മാതൃഭൂമി.